ഹലോ ഹലോ. അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഞാൻ അങ്ങാടിയിലേക്ക് പോകാൻ പോവുകയാണ്. അങ്ങാടിയിൽ പോകാൻ താണ്ടേ സഞ്ചി, ചാക്ക് എല്ലാം ഉണ്ട്. നമുക്ക് പാക്ക് ചെയ്യാനുള്ള സാധനം എടുക്കണം. അതുപോലെ കടയത്തേക്ക് പച്ചക്കറിയൊക്കെ എടുക്കണം. പിന്നെ അങ്ങാടിയിൽ പൂജൻ്റെ ഇതായിട്ട് തിരക്കായിരിക്കും. എന്താ അവസ്ഥ എന്നറിയില്ല. എന്തായാലും പോയി നോക്കിയാലാണ് അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഈ മഴയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആളെ പറ്റിക്കുന്ന കണക്ക് പെയ്യുന്നുണ്ട് കേട്ടോ. പുറത്തിറങ്ങിയാൽ പണി കിട്ടും. അപ്പോൾ എനിക്ക് കോട്ടും കൂടെ എടുത്ത് വെക്കാനുണ്ട്. അപ്പം ഞാൻ പോയി കോട്ടൊക്കെ എടുത്ത് വെക്കട്ടെ. ആദ്യം തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് പേര് ഒരുപാട് നല്ല സപ്പോർട്ടും പിന്തുണയുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. മഴക്കാലം കഴിഞ്ഞിട്ടും മഴ തീരുന്നില്ല. പ്രതീക്ഷിക്കാതെയാണ് മഴ വരുന്നത്. അതുകൊണ്ട് കോട്ട് എടുക്കാതെ പോകാൻ മറന്നു കഴിഞ്ഞാൽ പിന്നെ വഴിയിൽ എവിടെയെങ്കിലും പെട്ടുപോകണ്ട. അങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കുന്ന ഷോപ്പിൽ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ബോർഡ് ഐറ്റംസ് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ സാധനങ്ങൾ കൊടുക്കുന്ന, അതായത് ബോർഡ് ഐറ്റംസ് കൊടുക്കുന്ന നമ്മൾ വരുന്ന വഴിയിലൊരു ചേട്ടന്, അവർ ഇവിടെ അങ്ങാടിയിലൊന്നും വരില്ല. അപ്പോൾ ഞാനിങ്ങനെ വരുമ്പോൾ എൻ്റെ അടുക്ക പറഞ്ഞു വിടും സാധനങ്ങൾ മേടിക്കാനൊക്കെ. അപ്പം ബീഡിയും അച്ചാറും പാസ്പാസും എല്ലാം ഞാൻ അവർക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് വന്നതാണ്. പിന്നെ നമ്മൾ സ്ഥിരം ഇവിടെയൊക്കെ വന്ന് കടകളിലൊക്കെ സാധനങ്ങൾ വെച്ചതൊക്കെ തീരാറായോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും വരാറുണ്ട് കേട്ടോ. പൂജ ആയതുകൊണ്ടേ അങ്ങാടിയിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ കരിമ്പിൻ്റെ കച്ചവടവും പൂക്കളും ഒക്കെ നല്ല തിരക്കാണ് റോട്ടിൽ. അല്ലാതെ വാഹനങ്ങളുടെ തിരക്കും ഉണ്ട്, കച്ചവടത്തിൻ്റെ തിരക്കും ഉണ്ട്. അപ്പോൾ എനിക്ക് വരുന്ന എൻട്രൻസിൽ നിന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എന്താ വെച്ചാൽ നല്ല തിരക്കുണ്ട് കേട്ടോ. റോഡ് ബ്ലോക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ പിടുത്തം നടക്കില്ല. അപ്പോൾ ഞാൻ തിരിച്ച് പോകുന്ന വഴിക്കാണ്ട് എല്ലായിടും ഉണ്ട് കേട്ടോ, മൂലയ്ക്ക് മൂല എല്ലാ സൈഡിലും ഇങ്ങനെ കരിമ്പ് വിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ മക്കൾക്ക് കരിമ്പും പൊരിയൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ മാത്രം കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കരിമ്പ് 2-3 റേറ്റിലുണ്ട് കേട്ടോ. ഇവിടെ തിരുവുണ്ട് 40, 60, 80 അങ്ങനെ 50 അങ്ങനെ 3-4 റേറ്റ് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം ഒരു മീഡിയം റേറ്റിലുള്ള കരിമ്പ് ഞാൻ എടുത്ത്. നല്ല കരിമ്പായിരുന്നു കേട്ടോ. മധുരമൊക്കെ ഉണ്ടായിരുന്നേ. ചില കരിമ്പ് മധുരമൊന്നും കാണത്തില്ല. ഈ കനം കുറഞ്ഞിട്ടുള്ള കരിമ്പ് പണ്ടേ ഞങ്ങൾ നമ്മുടെ അടുത്തൊക്കെ നെയ്ബേഴ്സൊക്കെ നമുക്ക് ഈ പൂജ വരുമ്പം കരിമ്പും പൊരിയും എല്ലാം കൊണ്ട് തരും കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മളിവിടെ വന്ന് മേടിക്കുവേ. അപ്പം ഞാൻ താണ്ടേ പൊരിയും കൂടെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റപ്പാലത്തുള്ള ശിവൻ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ശിവൻ ചേട്ടൻ്റെ വൈഫിന് കാണാൻ വേണ്ടിയിട്ട് ശിവൻ ചേട്ടൻ പറഞ്ഞ് നല്ലോണം ഒന്നുകൂടെ വീഡിയോ പിടിക്കാൻ. അപ്പോൾ ഞാൻ ശിവൻ ചേട്ടനെ വീഡിയോ പിടിച്ചിട്ടുണ്ട്. ചേച്ചി നമ്മുടെ വീഡിയോ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ ചേച്ചി. അപ്പോൾ നമുക്ക് കടയുള്ളത് കൊണ്ട് ഞാൻ കടല മേടിച്ചില്ല കേട്ടോ. ആ മഞ്ഞ കളറിൽ ഇരിക്കുന്നത് നമ്മളവിടെ പൊട്ടുകടല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കടയുണ്ട്, അതുകൊണ്ട് ഈ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ കടല മേടില്ല. ഞാനൊരു പിശുക്കത്തി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് കടയിൽ നിന്ന് എടുക്കാമെന്ന്. ഇനിയിപ്പോൾ നമുക്ക് കടയിലേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് പിന്നെ പാക്കിങ്ങിനുള്ള സാധനങ്ങൾ മേടിക്കാനുണ്ട്. മാർക്കറ്റിൽ എല്ലായ്പ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഇതുപോലുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ തിരക്ക് കൂടുവേ. അപ്പോൾ ദാ ഈ ഇരിക്കുന്ന വലിയ കപ്പിന് 40 രൂപയും കൊച്ചു കപ്പിന് 20 രൂപയാണ് കേട്ടോ പൊരിക്ക് റേറ്റ്. അങ്ങനെ ഞാൻ അവിടെ നിന്നൊക്കെ നേരെ വന്ന് പാക്ക് ചെയ്യുന്ന സാധനങ്ങൾ എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ചിപ്സ് കമ്പനികളാണ്. കുറേ ചിപ്സ് കമ്പനികളുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിലോട്ട് കാണുന്ന, എൻ്റെ ബാക്കിലോട്ട് കാണുന്നതൊക്കെ ചിപ്സ് കമ്പനീൻ്റെ ഭാഗമാണ്. അപ്പോൾ പുതിയ ഐറ്റം നോക്കിയാണ്ടാ ഞാൻ എടുക്കുകയുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ പാക്ക് ചെയ്തിട്ട് കടയിൽ കൊണ്ട് കൊടുത്ത് അവിടെ ഇരുന്ന് മെല്ലെയല്ലേ പോവുകയുള്ളൂ. നമുക്ക് പെട്ടെന്നങ്ങ് ബോർഡ് കൊണ്ട് കൊടുത്താൽ മതി. പക്ഷേ കടയിൽ ഇരിക്കുന്നിടത്ത് എന്തായാലും ഒരാഴ്ചക്കകത്ത് വെച്ചൊക്കെ തീരുള്ളൂ. ചിലത് അതിൽ കൂടുതൽ ദിവസം എടുക്കും, ചിലയിടത്ത് പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ പുതിയ ഡേറ്റ് നോക്കിയാണ് എടുക്കുന്നത്. എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിയാൽ കസ്റ്റമർ പിന്നെ നമ്മുടെ അടുത്ത് പരാതി പറയാൻ തുടങ്ങും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് എടുത്തുകൊണ്ട് കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ പാലക്കാടൻ ചിപ്സ്. അപ്പോൾ കുറേ പേരൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഈ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ വേറെ കുറേ ഐറ്റംസൊക്കെ എടുത്തു വെച്ചത് ബില്ലിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ബില്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. അപ്പോൾ എൻ്റെ ചാനൽ വന്നിട്ട് കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പഴയ വീഡിയോസൊക്കെ കാണാൻ പറ്റും.
അപ്പോൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ കയറി കണ്ടു നോക്കണേ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതൊരു മേഖലയാണെങ്കിലും ബിസിനസ് ആകുമ്പോൾ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. അപ്പോൾ വലിയ നഷ്ടങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഒരു ബോർഡ് താണ്ടേ തിരിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായി ഇത് വെച്ചിട്ട്, ഇത് ഇടയ്ക്ക് എവിടെയോ കിടന്നിട്ട് പോവാതെ കിടന്നതാണ്. എന്തായാലും അവർ തരുമ്പോൾ നമുക്ക് തിരിച്ചെടുത്തല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ആ ബോർഡ് തിരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇനി അതിന് പകരം വേറെ ഐറ്റം കൊണ്ടുവച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉടനെ ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ. നമ്മളിവിടെ ചെറിയും ചികടയും അങ്ങനെ ഐറ്റംസൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് വെക്കുമ്പോൾ അതിൽ നിന്ന് ലെസ് ചെയ്താൽ പോരെ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്നെ വലിയ മുതലാളിയായിട്ടൊന്നും കണക്കാക്കല്ലേ. ഞാൻ ഒരു കൊച്ചു മുതലാളിയാണ്. നമ്മൾ പാവമല്ലേ ഗൈസ്, എന്നെ കളിയാക്കി കട്ടപ്പുറത്താക്കല്ലേ. ഹൈ, വീഡിയോക്ക് ഒരു ചൊറുക്കൊക്കെ വേണ്ടേ. അങ്ങനെ ഇടയിൽ എന്തെങ്കിലും വിടുവായിത്തരം പറയുക കേട്ടോ. അപ്പോൾ നമ്മളുടെ മുന്നിലുള്ള എന്താഗ്രഹമാവട്ടെ അത് നേടിയെടുക്കാൻ നമ്മളൊന്ന് ആഞ്ഞൊന്ന് പരിശ്രമിച്ചാൽ ചിലപ്പോൾ നടക്കും കേട്ടോ. അപ്പോൾ പച്ചക്കറി മേടിക്കുന്ന മാർക്കറ്റിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഈ പൂജൻ്റേതായതുകൊണ്ട് എല്ലാ ആളുകളും കരിമ്പും പൂക്കളും മേടിക്കുന്ന തിരക്കിലാണ്. പച്ചക്കറി മേടിക്കുന്നിടത്ത് ആൾ കുറവാണേ. അപ്പോൾ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് നോക്കി നിൽക്കണ്ട, കഷ്ടം, പാവമല്ലേ, ഒന്ന് ഇച്ചിരി നോക്കി നിന്നോട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് നോക്കി നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും. ഞാൻ അവിടുത്തെ ഒരു പോസ്റ്റിലാണ് എൻ്റെ ഫോൺ ചാരി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഉള്ളിയോ സവാളയോ എന്താ ഉള്ളത് അവിടെ കുത്തിച്ചാരി വെച്ച് ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ അത് കാണുമ്പോൾ ഇവരെല്ലാം എന്നെ നോക്കി കളിയാക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ചിരിയാണേ. അപ്പോൾ ഈ സഞ്ചിയും ചാക്കും തൂക്കിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി ഇതെല്ലാം അവിടെയൊക്കെ കൊണ്ട് എത്തിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ജോലി. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.